പ്രിയരെ, പ്രിയമുള്ളവരെ, നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അയാം ഗെയിം എന്ന് പറയുന്ന നഹാസ് ഹിദായത്ത് ഫിലിമിന്റെ ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ടാണ്. ദുൽഖർ സൽമാന്റെ ഫസ്റ്റ് ലുക്ക്. നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് പുള്ളിക്കാരൻ കൈയൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന, ഒരു കയ്യിൽ ബോളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ജസ്റ്റ് ഈ തലക്ക് കീപ്പോട്ടേക്കുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരുന്നു. സോ ഫസ്റ്റ് ലുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 2-3 അപ്ഡേറ്റ് വെറുതെ ഒന്ന് പറഞ്ഞു പോകണം. പിന്നെ അതിന്റെ ഒപ്പം പറയാനുള്ളത്, അയാം ഗെയിമിന്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 6 മണിക്ക് വരുന്നു പറഞ്ഞു. കൃത്യസമയത്ത് അവർ തന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം. അടുത്ത് നമുക്ക് പറയാനുള്ളത്, ഇതിന്റെ കൂടെ പറയാനുള്ളത് കളങ്കാവലിനെ കുറിച്ചാണ്. കളങ്കാവലിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, 10 ഡേയ്സ് മോർ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആ പോസ്റ്റർ. നമ്മുടെ വിനായകൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് പറഞ്ഞു. ഇന്നാണോ നാളെയോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഇന്നലെ എന്റെ പ്രൊമോ കണ്ടിരുന്നു, അത് സൂപ്പർ ആയിരുന്നു. അതിൽ പറയുന്നത് കേൾക്കാൻ തന്നെ രസമുണ്ട്. ആൻഡ് ഇന്നലെ വന്നിട്ടുള്ളത് നമ്മുടെ രജിഷ വിജയന്റെ ഒരു പോസ്റ്ററാണ്. ഇതാണ്, കണ്ണാടിയിലേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്ന രജിഷ വിജയൻ. ആ ഒരു സാധനം വന്നിട്ടുണ്ട്. അതും 8 കാലി വലക്ക് ഇടയിലൂടെയാണ് കണ്ണാടിയിലേക്ക് കാണുന്നത്. 8 കാലിയും വലയും പരിപാടിയൊക്കെ എന്താകാവോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ള പോസ്റ്റർ ഇതായിരുന്നു. അതായത് മമ്മൂക്കേന്റെ മറ്റൊരു ഭാവത്തിലുള്ള ഒരു പോസ്റ്റർ. കാരണം ഇതിന്റെ ഇടയിൽ വന്നിട്ടുള്ള മൊത്തം സിഗരറ്റും വലിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കസാരയിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുന്നത്, പുക ഇങ്ങനെ റൗണ്ടാക്കി വിടുന്നത് തുടങ്ങിയുള്ള കുറെ പരിപാടികളായിരുന്നു. പിന്നെ ഇങ്ങനെ ആ ചെറിയ പെട്ടിക്കടന് മുമ്പ് ഇങ്ങനെ നോക്കുന്ന ഒരു നോട്ടം, അത് കുറെ ഭാഗങ്ങൾ മിന്നി പറഞ്ഞിരുന്നു. ആൻഡ് ഇവിടെ വളരെ പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല രൗദ്രഭാവത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ രൗദ്രം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അത്തരം ലുക്കിലുള്ള ഒരു നമുക്കിങ്ങനെ മുഖത്ത് വലിയ മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ കൺട്രോൾ സ്ക്വാഡിലൊക്കെയുള്ള മമ്മൂക്കിനാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു സാധനം കൂടി പറഞ്ഞിട്ട് നമുക്ക് അയാം ഗെയിമിലേക്ക് വരാം. ഇതാണ് പോസ്റ്റർ. ഇത് നിങ്ങൾ കണ്ടു, ഒരുപാട് ആളുകൾ ഇത് അയച്ചു തന്നിട്ടുണ്ട്. മമ്മൂക്ക ഏതോ പുതിയ പടത്തിൽ ഇങ്ങനെ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. മമ്മൂക്കിന്റെ ഏതാണ് പടം കേട്ടിരുന്നത്, നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഒരു പടം ഉണ്ടല്ലോ, അതേപോലെ അങ്ങനെ ഒരു പടത്തിന്റെ ലുക്കാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട് എന്തായാലും. ബട്ട് ഇത് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ അല്ല, ഇതൊരു കൺസെപ്റ്റ് ആണ്. ബട്ട് ഈ ലുക്ക് ഒരു രക്ഷയില്ല. ഇതിന്റെ താഴെ തന്നെ ഞാനിത് തപ്പി പോയപ്പോൾ ഇതിന്റെ ഒറിജിനൽ സാധനം കണ്ടിട്ടുണ്ട്. ആ ഒറിജിനൽ സാധനത്തിൽ എനിക്ക് എന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. വാട്ട് എവർ, അതിന്റെ താഴെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ലുക്കിലൊക്കെ വരികയാണെങ്കിൽ രസമായേനെ, ഗ്യാങ് തലവനൊക്കെ ആയിട്ട്, വലിയ ഗുണ്ടാ തലവനൊക്കെ ആയിട്ട് വരികയാണെങ്കിലും അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരിക്കുന്നുണ്ട്. എനിക്ക് സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മുടിയുടെ സ്റ്റൈലാണെങ്കിലും, താടി, മീശ, ലുക്ക്, നോട്ടം ഗംഭീരമാണ്. അപ്പൊ അങ്ങനെ വരട്ടെ. അപ്പൊ എന്തായാലും ഇതൊരു പുതിയ സിനിമയോ സംഭവങ്ങളൊന്നും അല്ല, ഏതെങ്കിലും സിനിമയുടെ അപ്ഡേറ്റും അല്ല. ഇതൊരു കൺസെപ്റ്റ് എന്ന രീതിയിൽ ചില ആളുകൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്നേ ഉള്ളൂ. വർക്ക് സൂപ്പർ വർക്കാണ്. ഇനി നമുക്ക് അയാം ഗെയിമിലേക്ക് വരാം. അയാം ഗെയിമിന്റെ പോസ്റ്റർ ഇതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹോം കമ്മിങ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇത് ഏതോ ഒരു പബ്ബിലോ അങ്ങനെ എന്തോ ആണ്. ഒരു കുഷ്യനിൽ ഇരിക്കുന്ന ദുൽഖർ സൽമാന്റെ ലുക്ക്. പിറകിൽ കുറെ ആളുകൾ, പിരിമുടി ഉള്ളതും അല്ലാത്തതൊക്കെ ഉണ്ട്. കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, തോക്ക്, മൊബൈല്. ഈ ചുറ്റിരിക്കുന്ന കുറെ ആളുടെ കയ്യിൽ ഗണ്ണാണ്, ഒരാളുടെ കയ്യിൽ മൊബൈൽ എന്തോ ഉണ്ട്. അതുപോലെ വേഷങ്ങളെ കണ്ടാൽ അറിയാം കുറച്ച് റിച്ച് ആണ്, കുറച്ച് വലിയ സെറ്റപ്പ് പരിപാടിയാണ്, കുറച്ച് ഫാൻസി പരിപാടികളും കൂടി അടങ്ങിയതാണ്. ദുൽഖറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഞാൻ രസം, കാരണം ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും വന്നിട്ടുള്ളത് ഞാൻ നേരെ നോക്കിയത് ആ കൈയിലേക്കാണ്. ഇടത്തെ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കൈ വളരെ നീറ്റായിട്ടുള്ള, മറ്റു സംഭവങ്ങളൊന്നുമില്ല, വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കൈ. വലത്തെ കൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗണ്ണ്, ചോര, ആൻഡ് ആ കൈയുടെ പിടുത്തം നമുക്ക് വേറെന്തോ ഒരു, അതായത് ഇത് പുള്ളിക്കാരന്റെ കൈയായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇടത്തെ കൈ വലത്തെ കൈ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല, മറ്റേ സംഭവത്തിൽ ഫസ്റ്റ് ലുക്കിലാണെങ്കിലും ആ ബോൾ പിടിച്ചിട്ടുള്ള കൈ കണ്ടാൽ നമുക്കറിയാം ഇത് വേറൊരു കൈയാണ്, വേറെ ആരുടെയോ കൈയാണ്. ആ രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ വേറെ ആരുടെയും കൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ല. ബട്ട് ആ കൈയിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ശരിക്കും പിടിക്കുമ്പോൾ ഈ ഞരമ്പൊക്കെ പൊങ്ങിയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഭവാനിന്റെ ഒക്കെ പോലെ ചില കൈ ഉണ്ടാവില്ല, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, അതായിരിക്കാം. അല്ലെങ്കിൽ അത് കൃത്രിമമായി വെച്ചിട്ടുള്ള ഒരു കൈയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തെങ്കിലും ടെക്നിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കൈ ആയിരിക്കാം. അങ്ങനത്തെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശം എത്രയേ ഉള്ളൂ, ഒരുപാട് കാട് കയറിയൊന്നും ചിന്തിക്കണ്ട. അതായത് ഒന്ന് ഇടത്തെ ഭാഗത്തെ ആ ഒരു കുഴപ്പമില്ലാത്ത ലുക്ക് കൊണ്ട് കാണിക്കുന്നത്, വളരെ മാന്യനായി ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ. എന്നാൽ മറുപുറത്ത് അദ്ദേഹത്തിന് വേറൊരു ക്യാരക്ടർ ഉണ്ട്, മനസ്സിലായല്ലോ. ഒന്ന് വളരെ മാന്യനായി ഇങ്ങനെ സമൂഹത്തിൽ മാന്യത നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും,
എന്നാൽ ഒറിജിനൽ അയാൾ വളരെ ആംഗ്രി മാൻ അല്ലെങ്കിൽ വളരെ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററോ അത്തരത്തിലേക്കുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡ്രസ്സിങ് പരിപാടികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വലിയ ഗ്ലാസ്, മുടിയുടെ സ്റ്റൈല് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊണ്ട് ഈ ലുക്കിൽ പുള്ളിക്കാരൻ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കുറേ സിനിമയിൽ പല ലുക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊരു വെറൈറ്റി ലുക്ക് തോന്നുന്നു, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് എല്ലാ സമയത്തും എനിക്കുള്ളത് നഹാസ് ഹിദായത്തിലാണ്. കാരണം പുള്ളിക്കാരൻ്റെ നമ്മളെ എന്തായിരുന്നു ട്രിപ്പിൾ എക്സ് പടത്തിന്റെ പേര്, അയ്യോ ട്രിപ്പിൾ ആർ അല്ലല്ലോടെ, സേവിയർ ആ പടത്തിൽ ചില സമയത്ത് ഇങ്ങനെ കിട്ടൂല. അപ്പൊ അങ്ങനെ ദേഷ്യം വരും, നാവിന്റെ തുമ്പത്ത് വന്ന് ഇങ്ങനെ കളിക്കും. പലപ്പോഴും അങ്ങനെ സംഭവം നിങ്ങൾക്ക് കൊണ്ടത്. എന്തായാലും ആ പടം അറിയുന്നവർ കമന്റ് ഒന്ന് രേഖപ്പെടുത്തും. നമ്മുടെ ആന്റണി വർഗീസ് പത്തെ, ഷെയ്ൻ നിഗം അവരൊക്കെ വന്നൊരു പടം ഉണ്ടല്ലോ, ആ പടം അതിന്റെ പേരെന്തായിരുന്നു, XXR എന്തോ ഒരു സേവിയർ, റോണി സേവിയർ, RDX. അപ്പൊ RDX എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ട് തന്നെ അറിയാം എന്താണ് ഫൈറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആക്ഷൻ കൊറിയോഗ്രഫി എത്ര മനോഹരമായിരുന്നു. ഓഫ്കോഴ്സ് അത് ചെയ്തിട്ടുള്ള അൻബറി മാസ്റ്റേഴ്സ് ആണ്. ഇതിൽ ആരാണ് ആക്ഷൻ കൊറിയോ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്ഷൻ കൊറിയോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു നോ. ഇത് കണ്ടില്ലേ, ഫിലിം ബൈ നഹാസ് ഹിദായത്ത്, പ്രൊഡക്ഷൻ ദുൽഖർ സൽമാനും ജോൺ വർഗീസും ആണ്. ആൻഡ് അൻബറിവ് ആക്ഷൻ. അപ്പൊ പിന്നെ പറഞ്ഞില്ലേ, ആക്ഷൻ തന്നെ, ആക്ഷന് വളരെ പ്രാധാന്യമുള്ള സാധനമാണ്. ആൻഡ് ഇവിടെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ കുറെ പൈസ ഇൻ ഡോളേഴ്സ് ഐ തിങ്ക്, അതുപോലെ വേറെ എന്തോ മറ്റേ ചീട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊരു കസിനോ അങ്ങനത്തെ എന്തോ സ്ഥലത്താണോ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ വീണിരിക്കുന്നത് മൊബൈലാണോ, മൊബൈലിൽ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. അതോ ഇനി ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയില്ല. പുള്ളിക്കാരൻ്റെ റൈറ്റ് ലെഗിന്റെ അടുത്ത് താഴെ, കൈന് താഴെയായിട്ട് കിടക്കുന്നത്. എന്തായാലും വൻ പ്രതീക്ഷയാണ് ഇതിൽ. വേഫർ ഫിലിംസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ദുൽഖർ സൽമാൻ. സോ ഐ ആം ഗെയിം പുള്ളിക്കാരൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും മികച്ച ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോഴും ഒരുപാട് സിനിമകൾ മലയാളത്തിൽ നിന്ന് മാറി മറ്റുള്ള പല ഭാഷകളും ചെയ്യുമ്പോഴും മലയാളത്തിലേക്ക് എന്താണ് വരാത്തത് എന്നുള്ളതിന് ഒരു വലിയൊരു ബിഗ് ബാങ് പരിപാടിയുമായിട്ട് വരുന്ന പരിപാടി അതാണ് ഐ ആം ഗെയിം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ ഇതിൽ വേറെയും പല ആക്ടേഴ്സ് ഉണ്ട്. ആന്റണി വർഗീസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ വിനായകൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് അതേപോലെ ഏതോ ഒരു ആക്ട്രസ് തമിഴ് സിനിമയിൽ നിന്നാണ് കേൾക്കുന്നുണ്ട്. പേരുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ തമിഴ് സിനിമയിൽ നിന്നാണ് ഇതിൽ നായികയായിട്ട് വരുന്ന ഒരാൾ, പ്രധാന ലീഡ് റോളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മമ്മൂക്ക ഉണ്ടാകുമോ എന്ന് പല ആളുകളും ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ലോക എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ജസ്റ്റ് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഇട്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു മമ്മൂക്ക ഉണ്ടാവുമെന്ന്. അതുപോലെ എപ്പോഴും സംഭവിക്കണം എന്നില്ല. കാരണം ദുൽഖർ സൽമാന്റെ പടം അറിയാലോ, കിങ് ഓഫ് കൊത്ത, അതാണ് തോന്നുന്നു. മമ്മൂക്ക അതിന്റെ പോസ്റ്റർ ഇട്ടിരുന്നു. എങ്ങനെ ഇട്ടത്, അടിച്ചു മാറ്റി ദുൽഖർ സൽമാൻ തന്നെ പോസ്റ്റ് ഇട്ടതായിരുന്നു. അത്തരത്തിൽ ദുൽഖർ സൽമാൻ ചിലപ്പോൾ ഇതിന്റെ പോസ്റ്റുകൾ ഇട്ടേക്കാം. അത് വെച്ചിട്ട് മമ്മൂക്ക ഉണ്ട് എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, ഐ ആം ഗെയിം ഒരു ഗംഭീര പടമാവുമെന്നാണ് വിശ്വാസം. അത് അങ്ങനെ തന്നെ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അടുത്ത വീഡിയോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതേ പോകുന്നു.